ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കിറ്റ് വാങ്ങിച്ചവരൊക്കെ ഇതൊന്ന് കണ്ടിട്ടുണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക 1 kg പ്രീമിയം ലെവൽ ഗ്ലിസറിൻ ബേസാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഭാഗം ഉണ്ടാക്കുന്നതാണ് ഞാനിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കളറിൻ്റെ കുപ്പി ഉണ്ടാവും, പിന്നെ ഒരു വെജിറ്റബിൾ ഗ്ലിസറിന്, പിന്നെ 2 സ്മെല്ലിൻ്റെ കുപ്പി. അതിന്മേൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഓരോന്നും. അപ്പോൾ ആദ്യം ഒരു ഇതിലുള്ള ചെറുത് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. 1 kg ഞാൻ ഒരു കിറ്റാക്കി വെച്ചതാണിത്. അപ്പോൾ ഇതിലൊരു വിറ്റാമിൻ ഇൻ്റെ 4 ടാബ്ലറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഞാനത് ഇതിലെടുക്കാൻ മറന്നതാട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളിതിൽ ആരെങ്കിലും മിസ്സായി പോയിട്ടില്ല കേട്ടോ, അയച്ചവർക്കാർക്കും. അപ്പോൾ നമുക്കിത് ആദ്യം ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ക്യൂബ്സാക്കി നമ്മൾ കട്ട് ചെയ്യുന്നത് മെൽറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഡബിൾ ബോയിലിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പെട്ടെന്ന് വല്ലാതെ വേറെ ഒരു ഉദ്ദേശങ്ങളും അതിമില്ല. നമ്മൾ പെട്ടെന്ന് സോപ്പ് ബേസ് മെൽറ്റ് ആയി കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളെ വീട്ടിൽ ഉണ്ടാവുന്ന 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ആഡ് ചെയ്യാതെ നിൽക്കാം. അതായത് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയും പിന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഹണിയും ചേർക്കും, തേനും ചേർക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് 1 സ്പൂണോ 2 സ്പൂണോ ഒന്നും യൂസ് ചെയ്യാം. അതും കൂടി ഞാനിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് വരുന്നത്. അപ്പോൾ ബേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് ഇന്ന് ഈവനിങ്ങിന് മഗ്‌രിബിൻ്റെ ടൈമിൽ ചെയ്തതാട്ടോ. 6 മണി നേരത്ത് കസ്റ്റമേഴ്സൊക്കെ കിറ്റ് വാങ്ങിച്ചവർ ഉണ്ടാക്കണം, നേരം വൈകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കുറച്ച് ബിസി ആയി പോയി. അതുകൊണ്ട് ഉണ്ടാക്കാൻ നേരം വൈകിപ്പോയതാണ്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നാളെ ഉണ്ടാക്കി നോക്കൂട്ടോ എല്ലാവരും. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ക്യൂബ്സാക്കി കട്ട് ചെയ്ത് നമ്മൾ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇടുകയാണ് കേട്ടോ. ഒരിക്കലും അലുമിനിയം പാത്രം, പ്ലാസ്റ്റിക് പാത്രം നിങ്ങൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. അതുപോലെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം കരുതി വെക്കുക. ഇതുപോലെ നിങ്ങൾ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള ഇങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കിയ പാത്രങ്ങൾ അതും കരുതി വെക്കുക. ഇത് പിന്നെ നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കാണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അത് ഞാൻ ചൂടാക്കാൻ വെച്ചു, മോൾഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല, ബേസ് നമ്മൾ കട്ട് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് ടൈം എടുക്കും, ഒന്ന് മെൽറ്റായി കിട്ടാൻ ഒരു 5 മിനിറ്റൊക്കെ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. 5 മിനിറ്റ് അല്ല കേട്ടോ, 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഇത്ര മെൽറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ വെള്ളം ഇപ്പോഴും തിളച്ചിട്ടില്ല കേട്ടോ. നമ്മൾ അടിയിൽ എന്താ പറയുക, മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം ഇപ്പോഴും തിളച്ചിട്ടില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും നല്ല ഒരു ക്വാളിറ്റി ഉള്ള ബേസ് നോക്കിയെടുത്ത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം, നന്നായി വരുമ്പോൾ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ അത് കാണുമ്പോൾ വേറെയുള്ളവർ ചോദിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നല്ലത് നോക്കി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എപ്പോഴും നമ്മൾ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പീസസ് പിന്നെ അലിയാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ തളിച്ചിട്ടൊക്കെ ഉണ്ട് വെള്ളം നല്ലോണം. ഇനി മുതൽ നമ്മളെ മെഡിമിക്സിൻ്റെ കിറ്റ്, അതേപോലെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന കിറ്റൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഒക്കെ ഞാൻ വരും വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ ഇളക്കാൻ എടുത്തത്, അത് ബേസ് ഉരുക്കി വെച്ചിലേക്ക് തന്നെ വീണ് പോയി. അപ്പം വേറെ അത് മാറ്റിയിട്ട് വേറെ സ്പൂൺ എടുത്തത് കേട്ടോ, കുറച്ച് വലിയ സ്പൂണ്. അതേപോലെ ഇനി ഞാൻ അയക്കുക 1 ടീസ്പൂണ് ഹണി ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾ ആഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഈ ഞാൻ അയച്ച കിറ്റ് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും ആവും. ഇത് സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അത് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ നോക്കൂ, ജസ്റ്റ് ഈ കളറേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കളർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുത്തുന്ന ആൾക്ക് അപ്പോഴത്തേനും അവൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ അവന് പോയി. അപ്പോഴേക്കും എൻ്റെ സോപ്പിൻ്റെ ബേസ് അവിടെ ഉറക്കൽ തുടങ്ങി കേട്ടോ. എനിക്കിത് വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഒരാൾ വേണമല്ലോ വീഡിയോ എടുത്ത് തരാൻ.
അപ്പോൾ അതുകൊണ്ട് അത് അപ്പോഴേക്കും ഉറക്കൽ തുടങ്ങിയിരുന്നു കേട്ടോ. വെജിറ്റബിൾ ഗ്ലിസറിന് ആദ്യത്തെ പോർഷൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഹാഫും പിന്നത്തെ പോർഷനെ ബാക്കിയുള്ളതും എടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടി നിങ്ങൾ ഇതിൽ ഒഴിക്കരുത്. കാരണം നമ്മൾ ഈ ബേസ് ഗ്ലിസറിൻ ആഡഡ് ആയിട്ട് വരുന്ന ബേസാണ്. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ഗ്ലിസറിൻ ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കളർ നോക്കി നിങ്ങൾ 2 ഡ്രോപ്സ് ആണ് ഞാൻ ആകെ ഒഴിച്ചിട്ടുള്ളത്. നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കളർ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 കിറ്റിനൊന്നല്ല ഈ കളർ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാം. സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടോ, അങ്ങനെ നല്ല കളറായി. ഞാൻ കരുതി ഒരു തുള്ളിയൊക്കെ ഒറ്റിച്ചാൽ മതിയായിരുന്നു. നല്ല കളറുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് ഇനി ഒരു 2 വിറ്റാമിൻ ഇൻ്റെ ടാബ്ലറ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അവൈലബിൾ ആണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. നമ്മൾ കിറ്റിൻ്റെ റേറ്റിനുള്ള പരമാവധി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ഒരു കിറ്റിൽ 4 വിറ്റാമിൻ ഇൻ്റെ ടാബ്ലറ്റേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിലുള്ള മാക്സിമം ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ കണ്ടല്ലോ, നമ്മളെ ബേസ് കണ്ടോ സെറ്റായി തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ക്യാമറമാന് കാത്തു നിന്നതാണ് ഇപ്പോൾ പ്രശ്നമായത്. ഷോനില്ലാണ്ട് നമുക്ക് കഴിയൂല. ഇനി അടുത്തത് ഇതാ ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ബോട്ടിലുള്ളത് മുഴുവൻ ഒഴിച്ചു കൊടുത്തു. 2 സ്മെല്ലിൻ്റെ ബോട്ടിലുണ്ടാവും. സ്മെല്ലിൻ്റെ പേരൊക്കെ ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോട്ടിലുള്ളത് നിങ്ങൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിന് 100 ഗ്രാമിൻ്റെ മോൾഡും ഇത് 90 ഗ്രാമിൻ്റെ മോൾഡാണ്. അപ്പോൾ ഇതും അവൈലബിൾ ആണ്, 100 ഗ്രാമിൻ്റെ മോൾഡും അവൈലബിൾ ആണ്. രണ്ടിൻ്റെ 2 റേറ്റാണ് വരുന്നത്. അപ്പോൾ ആ ഉറച്ചിട്ട് കണ്ട അതിൻ്റെ കട്ടയൊക്കെ അതിൽ വീണു. ഇത്രയും കാലം ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലായിരുന്നു. ഇനി ഞാൻ ഇത് ശ്രദ്ധിച്ച് പറഞ്ഞപ്പോൾ ഇത് 2 നല്ല ശരിക്ക് കിട്ടിയിരുന്നു കേട്ടോ. ആ കട്ടകളൊക്കെ ഞാൻ നീക്കി കൊടുത്തിട്ട് ചെയ്തത്. പിന്നെ ലാസ്റ്റ് കുറേ ബാക്കി വന്നു കേട്ടോ. അവിടെ ഉറച്ചിട്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഒന്നും കൂടി കൊണ്ടുപോയിട്ട് മെൽറ്റ് ചെയ്തിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. കണ്ടോ, അത്രയും പോർഷൻ അവിടെ ബാലൻസ് കിടക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കൊന്നും വേണ്ട, പെട്ടെന്ന് ചെയ്താൽ മതി. അപ്പോൾ ഒരു മിസ്റ്റേക്കും വരില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്താണല്ലോ, അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ കാത്ത് നിൽക്കുന്നവർക്ക് ഇതുകൊണ്ട് ഒരിത് വരണ്ടെന്ന് കരുതിയിട്ടാട്ടോ ഞാൻ പെട്ടെന്ന് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ചുണ്ടാക്കിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ 6 ക്യാവിറ്റിയും നിറഞ്ഞിട്ടുണ്ട് മോൾഡിൻ്റെ. ഇപ്പോൾ ഇതാ ഒരു 1.5 മണിക്കൂറായപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റാപ്പർ വെച്ചിട്ടാണ് നമ്മളിത് കവർ ചെയ്ത് വെക്കൽ. എൻ്റെ റാപ്പർ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പർ എടുത്തിട്ട് കവർ ചെയ്യുന്നത്. അത് നമ്മൾ കിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങി എക്സ്ട്രാ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങി ചെയ്യണം കേട്ടോ. കിറ്റിൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയൂല. കാരണം ഒരു റോള് ഒന്നാകെ നമുക്കൊരു 10 സോപ്പിന് 15 സോപ്പിന് വേണ്ടിയിട്ട് തരാൻ കഴിയൂലല്ലോ. അതാണ് കേട്ടോ. കണ്ട, അപ്പോൾ നമ്മൾ റബ്ബിങ് ആൽക്കഹോളോ അങ്ങനെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഫെനോസിയത്തനോളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഏതൊരു ആൾക്കും ഫസ്റ്റ് ടൈമായിട്ട് ഒരു തെറ്റുകളും സംഭവിക്കാതെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഈ കിറ്റിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു.